السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു മറഞ്ഞിരിക്കുന്നവനാണ്, എന്നാൽ അവൻ തന്റെ ശക്തിപ്രഭാവങ്ങളിലൂടെയാണ് തിരിച്ചറിയപ്പെടുന്നത്. ദുആ മുഖേനയാണ് അവന്റെ അസ്തിത്വത്തെ കുറിച്ച് തിരിച്ചറിവ് ലഭിക്കുന്നത്. പറയുന്നു, ഒരാൾ രാജാവ്, ചക്രവർത്തി എന്നൊക്കെ പറയപ്പെട്ടാലും എല്ലാ വ്യക്തികളിലും മനുഷ്യൻ പൂർണ്ണമായും നിസ്സഹായനായി തീരുന്ന പ്രയാസങ്ങൾ തീർച്ചയായും ഉണ്ടാകുന്നു. ഇനി എന്തു ചെയ്യണം എന്നറിയുകയില്ല. ആ സമയത്ത് ദുആ മുഖേന പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വിവിധ മാർഗങ്ങളിലൂടെ, വിവിധ വശങ്ങളിലൂടെ ഇതിന്റെ പ്രാധാന്യം വിവരിച്ചിട്ടുണ്ട്. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കൾ ഇതിന്റെ ഗ്രാഹ്യം ഇപ്രകാരം കരസ്ഥമാക്കി. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാമുമായുള്ള സഹവാസം കാരണം ദുആയിൽ അവർക്ക് ഇത്രയധികം വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രമാത്രം ഈമാൻ ഉണ്ടായിരുന്നു, അന്യരിലും അവരുടെ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു. അഹ്മദികളുമായി ബന്ധം ഉള്ള അന്യമതസ്ഥരും ഇവരുടെ ദുആകൾ വളരെയധികം സ്വീകരിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയിരുന്നു. ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമക്ഷത്തിൽ ഒരു സംഭവം കേൾപ്പിക്കപ്പെട്ടു. ഇത് കേട്ട് ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാം വളരെയധികം ചിരിച്ചു. ഹസ്രത്ത് മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ സംഭവമാണ്. ഹസ്രത്ത് മുൻഷി സാഹിബ് തുടക്കത്തിൽ കാദിയാനിൽ വളരെയധികം തവണ വരാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ മേൽ വളരെ സുപ്രധാനമായ ജോലികൾ ഏൽപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് അവധി ലഭിക്കുക എന്നത് പ്രയാസകരമായി തീർന്നു. എന്നിരുന്നാലും അദ്ദേഹം കാദിയാനിൽ എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞങ്ങൾക്കോർമ്മയുണ്ട്, ഞങ്ങൾ ചെറിയ കുട്ടികൾ ആയിരുന്ന കാലത്ത് ദീർഘകാലമായി പിരിഞ്ഞിരിക്കുന്ന സഹോദരൻ ദീർഘകാലത്തിന് ശേഷം തന്റെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ വന്നു കാണുന്നത് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നുവെങ്കിലും എന്നിട്ടും ഇത്രമാത്രം സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. അഥവാ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത് പോലെ. പറയുന്നു, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മജ്ലിസിൽ ഈ സംഭവം കേൾപ്പിക്കപ്പെട്ടു. ആ സഹോദരൻ പറഞ്ഞു, മുൻഷി അറോഡെ ഖാൻ സാഹിബ് മജിസ്ട്രേറ്റിനെ പോലും ഭയപ്പെടുത്തുന്ന മനുഷ്യനാണ്. പിന്നീട് അദ്ദേഹം സംഭവം കേൾപ്പിച്ചു. ഒരിക്കൽ അദ്ദേഹം മജിസ്ട്രേറ്റിനോട് പറഞ്ഞു, ഞാൻ കാദിയാനിൽ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അവധി നൽകിയാലും. അദ്ദേഹം നിരാകരിച്ചു. അന്ന് ഹസ്രത്ത് മുൻഷി സാഹിബ്
സെഷൻ ജഡ്ജിന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിർബന്ധമായും കാദിയാനിൽ പോയേ തീരൂ. എനിക്ക് താങ്കൾ അവധി നൽകിയാലും. അദ്ദേഹം പറഞ്ഞു, ഒരുപാട് ജോലിയുണ്ട്, ഈ സമയത്ത് താങ്കൾക്ക് അവധി നൽകാൻ സാധ്യമല്ല. മുൻഷി സാഹിബ് പറഞ്ഞു, വളരെ നല്ലത്, താങ്കളുടെ ജോലി നടക്കട്ടെ. താങ്കൾ പറയുന്നു താങ്കളുടെ ജോലി ഒരുപാടുണ്ട് എന്ന്. ജോലി ചെയ്യിപ്പിച്ചുകൊള്ളുക, എനിക്ക് അവധി നൽകേണ്ട. എന്നാൽ ഞാൻ ഇന്നു മുതൽ ശാപപ്രാർത്ഥനയിൽ മുഴുകാം. താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലി ഒരിക്കലും നന്നായി തീരാതിരിക്കട്ടെ. താങ്കൾ പോകാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അനുവദിക്കേണ്ട. അവസാനം ആ മജിസ്ട്രേറ്റിന് അയാൾ വളരെയധികം ഭയപ്പെടുന്ന വിധത്തിലുള്ള ഒരു നഷ്ടം ഉണ്ടായി. പിന്നീട് മജിസ്ട്രേറ്റിൽ ഈ വിധത്തിലുള്ള സ്വാധീനം ഉണ്ടായി. ശനിയാഴ്ച ദിവസം അയാൾ കോടതിക്കാരോട് പറയും, ഇന്ന് ജോലി അല്പം മുമ്പ് നിർത്തിവെക്കുക, കാരണം മുൻഷി അറോഡെ ഖാൻ സാഹിബിന്റെ വണ്ടിയുടെ സമയം വൈകും. അതായത് അദ്ദേഹത്തിന് കാദിയാനിലേക്ക് പോകേണ്ട ട്രെയിനിന്റെ സമയം കഴിഞ്ഞു പോകാതിരിക്കുന്നതിന് മുമ്പ് ജോലി നിർത്തിവെക്കുക. ഈ വിധത്തിൽ ആ മജിസ്ട്രേറ്റ് സ്വയം മുൻഷി സാഹിബിന് കാദിയാനിൽ വരാൻ എപ്പോഴെല്ലാം ഉദ്ദേശം ഉണ്ടാകുമായിരുന്നോ അദ്ദേഹത്തിന് അവധി നൽകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദുആ കാരണം അത്രമാത്രം ഭയപ്പെട്ടിരുന്നു. ഇവർ തങ്ങളുടെ മഹത്വത്തിന്റെയും ദുആയുടെയും സ്വാധീനം അന്യരിലും ചെലുത്തി. ഈ ഒരു കാര്യമാണ് നാമും ഇന്നും നമ്മുടെ മുമ്പിൽ വെക്കേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധത്തിൽ വളരേണ്ടതാണ്. ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ വിവരിക്കാം. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു വിവരിച്ചതാണ്, നമ്മുടെ ആത്മീയതയിലുള്ള പുരോഗതിക്കും തർബീയത്തിനും ഇത് വളരെ അനിവാര്യമാണ്. ലോകത്ത് വിവിധ പ്രകൃതക്കാരായ മനുഷ്യരുണ്ട്. ചിലരുടെ സംവേദന ശക്തി കൂടുതലായിരിക്കും, ചിലർക്ക് കുറവായിരിക്കും. ചിലർ പ്രത്യേക അവസ്ഥകൾ കാരണം ഏതെങ്കിലും അവസ്ഥയുടെയോ കാലാവസ്ഥയുടെയോ ശീലമുള്ളവരായിരിക്കും. ചിലരുടെ സംബന്ധിച്ചിടത്തോളം ആ അവസ്ഥ വളരെ കഠിനകരമായിരിക്കും. അഥവാ ശീലമില്ലാത്തത് കാരണം സംവേദന ശക്തി ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ പ്രകൃതത്തിൽ കൂടുതൽ സംവേദന ശക്തി ഉണ്ടായിരിക്കും. തണുപ്പ്, ചൂട്, സുഗന്ധം, ദുർഗന്ധം എന്നിവയുടെ അനുഭവം സംവേദന ശക്തിയുടെ വർധനവും കുറവും അനുസരിച്ചായിരിക്കും. മനുഷ്യന്റെ ഈ സംവേദന ശക്തിയാണ് ഈ വ്യത്യാസത്തെ പ്രകടമാക്കുന്നത്. മനുഷ്യരിൽ ഭൂരിഭാഗവും ഈ ഒരർത്ഥത്തിൽ സംവേദന ശക്തിയുള്ളവരാണ്. അവർക്ക് തണുപ്പും ചൂടും അനുഭവപ്പെടുന്നു, സുഗന്ധവും ദുർഗന്ധവും അനുഭവപ്പെടുന്നു. അതുപോലെ മറ്റു ചില കാര്യങ്ങളും. ഇനി ഇതൊന്നും അനുഭവപ്പെടാത്ത ആളുകൾ ഈ വസ്തുക്കൾക്കൊരു സ്വാധീനവും ഇല്ല എന്നും അതൊരു വസ്തുവല്ല എന്നും തെളിയിക്കാൻ സാധ്യമല്ല. ഐസിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ചിലർക്ക് തണുപ്പ് വളരെയധികം തോന്നുകയില്ല. ചിലർ ഇപ്രകാരവും ഉണ്ടായിരിക്കും, തണുപ്പ് കാലത്ത് അവരുടെ കാലുകൾ വിറക്കുന്നുണ്ടായിരിക്കും, കട്ടിയുള്ള സോക്സ് ധരിച്ചിരിക്കും. എന്നാൽ ചിലർ സോക്സ് ധരിക്കാത്തവരും ഉണ്ടായിരിക്കും. എന്നിട്ട് പറയും, ഞങ്ങളുടെ കാൽ വളരെ ചൂടുള്ളതാണ്. ഇതുപോലെ മറ്റു പല വിധത്തിലുള്ള സംവേദന ശക്തികളും ഉണ്ട്. എന്നാൽ അതിന്റെ അർത്ഥം തണുപ്പില്ല എന്നല്ല, അല്ലെങ്കിൽ തണുപ്പ് ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്നല്ല. മറിച്ച് ഭൂരിപക്ഷം പേരും സംവേദന ശക്തി ഉള്ളവരായിരിക്കും. ഇതിന്റെ എല്ലാം സ്വാധീനം ഉണ്ടായിരിക്കും. അധിക പേർക്കും ഈ സംവേദന ശക്തി ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യുന്നത്. എന്തായിരുന്നാലും ഈ സംവേദന ശക്തിയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൗതികമായ ഒരു ഉദാഹരണം നൽകുന്നു. അവിടുന്ന് പറയുമായിരുന്നു, ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു പട്ടണത്തിൽ ചില നഗരവാസികൾ പരസ്പരം സംസാരിക്കുകയായിരുന്നു. എള്ള് വളരെയധികം ചൂടുള്ളതാണ്. 1/4 കിലോ എള്ള് ഒരാൾക്കും തിന്നാൻ സാധ്യമല്ല. അഥവാ കഴിച്ചാൽ ഉടനെ തന്നെ രോഗിയായിത്തീരും. അധിക പേരുടെയും അവസ്ഥ ഇതായിരിക്കും. പറഞ്ഞു, 1/4 കിലോ എള്ള് ഭക്ഷിച്ചാൽ രോഗിയാകാതിരിക്കുക എന്നത് സംഭവ്യമേ അല്ല. ഈ ഒരു സംസാരത്തിനിടയ്ക്ക് ഒരാൾ പറഞ്ഞു, അഥവാ ഒരാൾ ഇത്രയധികം എള്ള് കഴിച്ചാൽ ഞാൻ അയാൾക്ക് 5 രൂപ സമ്മാനമായി നൽകും. അതിലൂടെ ഒരു കൃഷിക്കാരൻ നടന്നു പോവുകയായിരുന്നു.
അവർക്ക് പച്ചയായ വസ്തുക്കൾ കഴിക്കുന്നതും കൂടുതൽ ഭക്ഷിക്കുന്നത് ശീലമാണ്. കാരണം അവർ ജോലിയും കൂടുതലായി ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചില പ്രകൃതക്കാർ അത്തരക്കാരായിരിക്കും. ആ കൃഷിക്കാരനും ഒരു തന്റേടിയായ കൃഷിക്കാരനായിരുന്നു. അയാൾ വളരെയധികം അത്ഭുതത്തോടും വിസ്മയത്തോടും കൂടി അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു. ചിന്തിക്കുകയായിരുന്നു, വളരെ അത്ഭുതം തന്നെ, ഇത്ര രുചികരമായ വസ്തു കഴിക്കുന്നതിന് 5 രൂപ സമ്മാനവും ലഭിക്കുമോ? എള്ളു കഴിക്കുന്നതിന് 5 രൂപ സമ്മാനം ലഭിക്കുമോ? അയാൾ ചോദിച്ചു, അല്ല, അതിന്റെ ചില്ലകൾ അടക്കം കഴിക്കണോ അതോ ചില്ലകൾ ഇല്ലാതെയാണോ കഴിക്കേണ്ടത്? ഇത് ചോദിക്കാനുള്ള കാരണം, ചില്ലകൾ ഇല്ലാതെ 1/4 കിലോ എള്ള് കഴിച്ചാൽ എങ്ങനെയാണ് 5 രൂപ സമ്മാനമായി ലഭിക്കുക എന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അഥവാ അയാൾ ചില്ലകൾ അടക്കം ഭക്ഷിക്കാനും തയ്യാറായിരുന്നു. എന്നാൽ സംസാരിച്ചിരുന്നവർ ഇത്രത്തോളം എള്ള് കഴിക്കുക എന്നത് അസംഭവ്യമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത്. നോക്കുക, ഈ 2 പേരുടെയും ഇടയിലുള്ള സംവേദന ശക്തിയിൽ എത്രമാത്രം വ്യത്യാസമാണ് ഉള്ളത്. ഒരാൾക്ക് 1/4 കിലോ എള്ള് ഭക്ഷിക്കുക എന്നത് അസംഭവ്യമായ കാര്യമായിട്ടാണ് തോന്നുന്നത്. മറ്റേയാൾ ചില്ല അടക്കം ഭക്ഷിക്കാൻ തയ്യാറാണ്. അയാൾ വിചാരിക്കുന്നത് ചില്ലകൾ ഇല്ലാതെ ഇത് കേവലം രസകരമായൊരു കാര്യം മാത്രമാണ് എന്നാണ്. ഇതിനെങ്ങനെയാണ് 5 രൂപ സമ്മാനമായി ലഭിക്കുക? ലോകത്ത് എത്രമാത്രം വ്യതിരിക്തതകളുണ്ടോ അത് സംവേദന ശക്തിയിലുള്ള വ്യത്യാസമാണ്. ഈ നിയമം തന്നെയാണ് ആത്മീയ ലോകത്തും നടക്കുന്നത്. ചിലരിൽ നമസ്കാരത്തിന്റെ സ്വാധീനം കൂടുതൽ ആയിരിക്കും, ചിലരിൽ കുറഞ്ഞ സ്വാധീനമായിരിക്കും. ചിലർ പ്രത്യക്ഷ നിലയിൽ നമസ്കരിക്കുന്നുണ്ടായിരിക്കും, കുത്തിമറിഞ്ഞ് പ്രത്യക്ഷമായ നിലയിൽ നമസ്കരിച്ച് എഴുന്നേറ്റ് പോകുന്നു. നമസ്കാരത്തിന്റെ ഒരു സ്വാധീനം ഉണ്ടാവുകയില്ല. ആത്മീയ സംവേദന ശക്തികളുടെ തെളിവിനായി ആരിലാണോ ഈ സംവേദന ശക്തി കൂടുതൽ ഉള്ളത് അവരുടെ സാക്ഷ്യമായിരിക്കും സ്വീകാര്യയോഗ്യം. ആരാധിക്കുന്നവരുടെ ആരാധനയുടെ സ്വാധീനവും അവരിൽ പ്രകടമാകും. ജമാഅത്തിൽ ആത്മീയ സംവേദന ശക്തികളെ കൂടുതൽ സ്വീകരിക്കുന്നവരുടെ എണ്ണമാണ് ധാരാളമായിട്ട് വേണ്ടത്. പിന്നീട് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നവരും കൂടിയായിരിക്കണം യഥാർത്ഥ നമസ്കാരം എന്താണ്, യഥാർത്ഥ ആരാധന എന്താണ്. അതിനായി ഏതു വിധത്തിലുള്ള സംവേദന ശക്തിയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം വിവരിക്കുന്നു. അത് ഹസ്രത്ത് ഖലീഫ അവൽ റളിയല്ലാഹു തആല അൻഹു വിവരിക്കാറുള്ളതായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മഊദ് റളിയല്ലാഹു തആല അൻഹു ഇത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ട് വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ നിന്ന് ഇതുകൂടി മനസ്സിലാകുന്നു, ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പക്കൽ സത്പ്രകൃതക്കാരായ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ വരുമ്പോൾ ആ പണ്ഡിതന്മാർ അങ്ങേ ബൈഅത്ത് ചെയ്യുവാനുള്ള സൗഭാഗ്യവും നേടാറുണ്ടായിരുന്നു. ഹസ്രത്ത് ഖലീഫ അവൽ റളിയല്ലാഹു തആല അൻഹു വിവരിക്കാറുണ്ടായിരുന്നു, ഒരു വലിയ മതപണ്ഡിതൻ, അദ്ദേഹം അറബി ഗ്രാമറിന്റെ പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു. മുഴുവൻ ഇന്ത്യയിലും അദ്ദേഹത്തിന്റെ അറിവ് പ്രസിദ്ധമായിരുന്നു. വളരെ സാധാരണ പ്രകൃതക്കാരനായിരുന്നു. അദ്ദേഹത്തെ മുമ്പ് അറിയാത്ത ഒരാൾ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ വിചാരിക്കും അദ്ദേഹം പുല്ലരിഞ്ഞു വരികയാണ് എന്ന്, ഒരു സാധാരണ കൂലിവേലക്കാരനാണ് എന്ന് തോന്നും. അദ്ദേഹത്തിന്റെ പേര് മൗലവി ഖാൻ മലിക് സാഹിബ് എന്നായിരുന്നു. അദ്ദേഹം എവിടെ നിന്നോ ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാദത്തെക്കുറിച്ചുള്ള വാർത്ത കേട്ട് ഖാദിയാനിൽ വന്നു. അങ്ങനെ അങ്ങയുടെ സംസാരം കേട്ട് വിശ്വസിച്ചു. തിരിച്ച് അദ്ദേഹം ലാഹോറിലെത്തിയപ്പോൾ അദ്ദേഹം മൗലവി ഗുലാം അഹമ്മദ് സാഹിബിനെ കണ്ടുപോകാം എന്ന് വിചാരിച്ചു. മൗലവി ഗുലാം അഹമ്മദ് സാഹിബ് ഷാഹി മസ്ജിദിൽ ദർസ് നൽകാറുണ്ടായിരുന്നു. അദ്ദേഹം മൗലവി ഖാൻ മലിക് സാഹിബിന്റെ ശിഷ്യനായിരുന്നു. മൗലവി ഗുലാം അഹമ്മദ് സാഹിബും പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. കാരണം ലാഹോറിലെ ആളുകൾ നല്ല സാമ്പത്തിക അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് മൗലവി ഗുലാം അഹമ്മദ് സാഹിബിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ നല്ല നിലയിലായിരുന്നു. 100 കണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ പക്കൽ വിദ്യാഭ്യസിച്ചിരുന്നു. മൗലവി ഖാൻ മലിക് സാഹിബ് ഷാഹി മസ്ജിദിൽ എത്തിയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇദ്ദേഹം എത്രത്തോളം ഉന്നതനായ വ്യക്തിയാണ് എന്നറിവ് ഉണ്ടായിരുന്നില്ല.
അവർ അദ്ദേഹത്തിന്റെ സാധാരണ വസ്ത്രവും പ്രത്യക്ഷ രൂപവും കണ്ട് ഊഹിച്ചു ഇത് ഏതോ ഒരു സാധാരണ വ്യക്തിയാണ്. മൗലവി ഗുലാം മുഹമ്മദ് സാഹിബ് മൗലവി ഖാൻ മലിക് സാഹിബിനോട് ചോദിച്ചു, പറഞ്ഞാലും എവിടെ നിന്നാണ് താങ്കൾ വരുന്നത്? അദ്ദേഹം പറഞ്ഞു, കാദിയാനിൽ നിന്ന്. അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, കാദിയാനിൽ നിന്നോ? അദ്ദേഹം പറഞ്ഞു, അതെ, കാദിയാനിൽ നിന്ന് തന്നെ. അദ്ദേഹം ചോദിച്ചു, എന്താണ് കാര്യം? പറഞ്ഞു, മിർസ സാഹിബിന്റെ ശിഷ്യനാകാൻ പോയതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ ഇത്ര വലിയ പണ്ഡിതനാണ്, താങ്കൾ അദ്ദേഹത്തിൽ എന്ത് പ്രത്യേകതയാണ് കണ്ടത്? അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ വേണ്ടി പോകാൻ മാത്രം. മൗലവി ഖാൻ മലിക് സാഹിബ് പഞ്ചാബിൽ പറഞ്ഞു, നീ നിന്റെ ജോലി ചെയ്യ്, നിനക്ക് കാലയക്കൂലു പോലും ശരിയായ രീതിയിൽ അറിയുകയില്ല. മൗലവി ഗുലാം മുഹമ്മദ് സാഹിബും വളരെ പ്രസിദ്ധനായ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് മൗലവി ഖാൻ മലിക് സാഹിബ് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ മൗലവി ഗുലാം മുഹമ്മദ് സാഹിബിന്റെ ശിഷ്യന്മാർക്ക് വളരെയധികം ദേഷ്യം വന്നു. അവർ മൗലവി ഖാൻ മലിക് സാഹിബിനോട് പറഞ്ഞു, വയസ്സാ, ഇതെന്താണ് നീ പറഞ്ഞത്? മൗലവി ഗുലാം മുഹമ്മദ് സാഹിബ് അവരെ വിലക്കി പറഞ്ഞു, മിണ്ടരുത്, ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സത്പ്രകൃതക്കാരായ ആളുകളും വരാറുണ്ടായിരുന്നു. അങ്ങനെ അവർ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബൈഅത്തിൽ ഉൾപ്പെടുമായിരുന്നു. അറിവിൽ അവർക്കൊരു അഹങ്കാരവും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഹസ്രത്ത് മുസ്ലിം മൗഊദ് മറ്റൊരു സംഭവം വിവരിക്കുന്നു. ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഒരു അറബി വന്നു. പൊതുവിൽ ഇവർ ഭിക്ഷാടനം നടത്തുന്നവരായിരിക്കും. അതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് വണ്ടിക്കൂലി എന്ന നിലക്ക് അല്പം സംഖ്യ നൽകി. എന്നാൽ അദ്ദേഹം വാങ്ങാൻ കൂട്ടാക്കിയില്ല. പറഞ്ഞു, താങ്കൾ ദൈവനിയോഗിതനാണ് എന്ന് വാദിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു, അതുകൊണ്ടാണ് വന്നത്, എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി വന്നതല്ല. ഇതൊരു പുതിയ കാര്യമായിരുന്നില്ല. ഈ പ്രദേശത്ത് നിന്ന് ഇതുവരെയും ഭിക്ഷക്കാരനല്ലാത്ത ഒരാൾ പോലും വന്നിട്ടില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ അവർ വരാറുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിക്കുക. അദ്ദേഹം താമസിച്ചു. അദ്ദേഹത്തെ തബ്ലീഗ് ചെയ്യുന്നതിന് വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരെ ചുമതലപ്പെടുത്തി. കുറെ ദിവസം അദ്ദേഹവുമായി സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തിൽ ഒരു സ്വാധീനവും ഉണ്ടായില്ല. അവസാനം തബ്ലീഗ് ചെയ്യുന്ന സഹോദരങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഇദ്ദേഹം വളരെ ആവേശമുള്ള ആളാണ്, ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ പോലെയല്ല, അദ്ദേഹം സത്യം അന്വേഷിക്കുകയാണ് എന്ന് തോന്നുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്ന് അഹമ്മദികളാകുന്ന അറബികളിൽ ഈ ഒരു അന്വേഷണം ഉണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താലും തബ്ലീഗ് കൊണ്ട് ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ദുആ ചെയ്തു, അപ്പോൾ അങ്ങേക്ക് അറിയിപ്പ് ലഭിച്ചു, ഇദ്ദേഹത്തിന് ഹിദായത്ത് ലഭിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ കുദ്റത്ത് അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിൽ ഏതോ ഒരു കാര്യം ഇത്രമാത്രം സ്വാധീനം ചെലുത്തി അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് ബൈഅത്ത് ചെയ്തു. പിന്നീട് തിരിച്ചുപോയി. ഹജ്ജിന്റെ അവസരത്തിൽ മുസ്ലിം മൗഊദ് പറയുകയാണ്, എന്നോട് പറയപ്പെടുകയുണ്ടായി, ഹജ്ജിന്റെ അവസരത്തിൽ അദ്ദേഹം സംഘങ്ങൾക്ക് തബ്ലീഗ് ചെയ്യുമായിരുന്നു. ഒരു സംഘം അദ്ദേഹത്തെ അടിച്ച് ബോധരഹിതനാക്കുമ്പോൾ ബോധം വന്നാൽ അദ്ദേഹം എഴുന്നേറ്റ് രണ്ടാമത്തെ സംഘത്തിന്റെ അടുത്തു പോകുമായിരുന്നു. എന്നിട്ട് തബ്ലീഗ് ചെയ്യുമായിരുന്നു. കാര്യം ഇതാണ്, അള്ളാഹു ഹൃദയം തുറക്കുമ്പോൾ അത് പൂർണ്ണമായ നിലയിൽ തുറക്കുന്നു. പിന്നീട് ഇത്ര മാതൃകാപരമായ ആവേശമുണ്ടാകുന്നു. മറ്റൊന്നിനെയും അവർ വില കൽപ്പിക്കുകയില്ല. ഇതുപോലെ മറ്റൊരു സംഭവം വിവരിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അമേരിക്കയിൽ ആദ്യമായി ഒരു ഇംഗ്ലീഷുകാരൻ അല്ലെങ്കിൽ അമേരിക്കക്കാരൻ ഇസ്ലാം സ്വീകരിച്ചു. അലക്സാണ്ടർ റസൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇംഗ്ലീഷ് വിളംബരങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും പ്രസിദ്ധീകൃതമായപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇസ്ലാം സ്വീകരിക്കണമെന്ന താല്പര്യം ഉണ്ടായി. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി എഴുത്തുകുത്തുകൾ നടത്താൻ തുടങ്ങി. അതിന്റെ ഫലമായി അദ്ദേഹം മുസൽമാനായി. ഇസ്ലാമിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം തന്റെ ജീവിതം വഖഫ് ചെയ്തു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലും വന്നു. അദ്ദേഹം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ മൗലവിമാർ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം വന്ന ലാഹോറിലും മറ്റും അല്ലെങ്കിൽ മറ്റു നഗരങ്ങളിൽ ഉള്ളവർ അവിടെയുള്ള മൗലവിമാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അഥവാ മിർസ സാഹിബിനെ കണ്ടാൽ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് ചന്ത നൽകുന്നതല്ല,
തബ്ലീഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ പ്ലാൻ തബ്ലീഗിനായി നടത്തിയ ആസൂത്രണം അതിനായി താങ്കൾക്ക് മുസ്ലിങ്ങളിൽ നിന്നൊന്നും തന്നെ കിട്ടുകയില്ല. അങ്ങനെ അദ്ദേഹം ഇവരുടെ വഴിതെറ്റിക്കൽ കാരണം ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാമിനെ കണ്ടില്ല. അവസാനം വളരെ നിരാശനായി ഇവിടെ നിന്ന് തിരിച്ചുപോയി. മുസ്ലിങ്ങളും ഒരു സഹായവും നൽകിയില്ല. അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത് മറ്റു മുസ്ലിങ്ങൾ താങ്കളെ സഹായിക്കും എന്നായിരുന്നു. താങ്കൾക്ക് ഇസ്ലാമിക പ്രചാരണത്തിനായി വലിയ ചന്ത നൽകും എന്നായിരുന്നു. എന്നാൽ മറ്റു മുസ്ലിങ്ങൾ അദ്ദേഹത്തെ ഒന്നും സഹായിച്ചില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വഫാത്തിനോടടുത്ത് അദ്ദേഹം കത്തെഴുതി, ഞാൻ താങ്കളുടെ ഉപദേശം സ്വീകരിക്കാതെ വളരെയധികം പ്രയാസം അനുഭവിച്ചു. താങ്കൾ എനിക്ക് തക്ക സമയത്ത് തന്നെ പറഞ്ഞു തന്നിരുന്നു. മുസ്ലിങ്ങളുടെ ഉള്ളിൽ ദീനീ സേവനത്തിനുള്ള ഒരു താല്പര്യവും കാണുന്നില്ല. എന്നാൽ ഞാൻ അത് അംഗീകരിച്ചില്ല. അതിന്റെ പരിണിത ഫലമെന്നോണം ഞാൻ താങ്കളെ കാണുന്നത് നിഷേധിക്കപ്പെട്ടവനായി തീർന്നു. ഏതായിരുന്നാലും അദ്ദേഹം അവസാന സമയം വരെ മുസ്ലിമായി നിലകൊണ്ടു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ ബന്ധം നിലനിന്നു. അമേരിക്കയിൽ ആദ്യത്തെ മുസ്ലിം അദ്ദേഹമായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുകയാണ്, ഇപ്പോഴും ഞാൻ കാണുന്നു ജമാഅത്തിന്റെ പുരോഗതി യൂറോപ്യൻ രാജ്യങ്ങളിൽ അപേക്ഷിച്ച് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ചില യൂറോപ്യൻ രാജ്യങ്ങളിലും അഹമ്മദിയത്ത് വ്യാപിക്കുന്നുണ്ട്, അതും പാശ്ചാത്യ പ്രദേശങ്ങളിൽ തന്നെയാണ്. എന്നാൽ അമേരിക്കയിലാണ് പുരോഗതിയുടെ കൂടുതൽ അടയാളങ്ങൾ കാണാൻ സാധിക്കുന്നത്. അള്ളാഹു അമേരിക്കയിലെ ജമാഅത്തിന് അത്തരം സത്പ്രകൃതക്കാരെ തിരഞ്ഞു കണ്ടെത്തുകയും അവരെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നവരായി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ഇതിനായി വ്യക്തവും സുദൃഢവുമായ പരിശ്രമം നടത്തുന്നവരായി തീരട്ടെ. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു ഏതൊരു പ്രതീക്ഷയാണോ പ്രകടിപ്പിച്ചിരുന്നത് അത് യാഥാർത്ഥ്യമായി തീരട്ടെ. ആ കാലത്ത് അമേരിക്കയിൽ ഒരുപാട് പേർ അഹമ്മദികൾ ആയി മാറിയിരുന്നു. വളരെ സ്ഥിരചിത്തതയോടുകൂടി അഹമ്മദിയത്തിൽ നിലനിന്നിരുന്നു. എന്നാൽ അവരിൽ ഒരുപാട് പേരുണ്ട് പിന്നീട് അവരുടെ തലമുറകൾ അഹമ്മദിയത്തിൽ നിലനിന്നില്ല. ഭൗതിക കാരണമോ ബന്ധം വെക്കാൻ സാധിക്കാത്തത് കാരണമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ. ഈ കാര്യത്തിൽ അമേരിക്കൻ ജമാഅത്ത് പരിശ്രമിക്കേണ്ടതാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടികളുമായി ഏതു വിധത്തിലാണ് ബന്ധം വെച്ചിരുന്നത്, അവരുടെ തർബിയത്തിനെ കുറിച്ച് ഏതു വിധത്തിലാണ് ചിന്തിച്ചിരുന്നത്, ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു. തർബിയത്തിനുള്ള ശരിയായ മാർഗം ഇതാണ്: കുട്ടികൾക്ക് കളികൾ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് കളിച്ചിരികൾക്കിടയിൽ തന്നെ തർബിയത്ത് നടത്തുക. കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ കഥകളിലൂടെ കുട്ടികളുടെ ശിക്ഷണം വളരെ നിർബന്ധമാണ്. വലിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപദേശം മതിയായതാണ്. എന്നാൽ കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് താല്പര്യമുണ്ടാക്കുന്നതിനായി കഥകൾ അത്യാവശ്യമാണ്. ആ കഥകൾ വ്യാജമായിരിക്കണമെന്നില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഹദ്റത്ത് യൂസുഫിന്റെ കഥകൾ പറഞ്ഞു തരും, ചിലപ്പോൾ ഹദ്റത്ത് നൂഹിന്റെ കഥകൾ പറഞ്ഞു തരും, ചിലപ്പോൾ മൂസയുടെ സംഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കഥകൾ മാത്രമായിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിലുള്ള സംഭവങ്ങളായിരുന്നു. അലിഫ് ലൈലയിലെ ഒരു അസൂയ ആലുവിന്റെയും അസൂയക്ക് ഇരയായ ആളുടെയും കഥയും ഞങ്ങൾക്ക് കേൾപ്പിക്കാറുണ്ടായിരുന്നു. അത് സത്യമായാലും വ്യാജമായാലും ഏതായിരുന്നാലും അതിൽ ഒരു പ്രയോജനപ്രദമായ പാഠം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് കഥകളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചൊല്ലുകൾ അങ്ങയിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തഅലീമിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം കഥകളാണ്. ചില കഥകൾ അർത്ഥമില്ലാത്തതും അനാവശ്യമായതുമായിരിക്കും. എന്നാൽ നല്ല സ്വഭാവം പഠിപ്പിക്കുകയും പാഠം നൽകുകയും ചെയ്യുന്ന കഥകൾ ഉണ്ട്. കുട്ടികളുടെ പ്രായം വളരെ ചെറുതായിരിക്കുമ്പോൾ ഈ വിധത്തിൽ അവർക്ക് തഅലീം നൽകുന്നു. പിന്നീട് കുറച്ചുകൂടി വളർന്നാൽ അവന്റെ തഅലീമും തർബിയത്തിനുമുള്ള മാർഗം കളിയാണ്. ചില മാതാപിതാക്കൾ വരാറുണ്ട്, ഇവന് കളി വളരെ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. TV ഗെയിം അല്ല കളിക്കുന്നത്, പുറത്തുപോയി കളിക്കുകയാണ് എങ്കിൽ കളിക്കാൻ അനുവദിക്കേണ്ടതാണ്. പുസ്തകങ്ങളിലൂടെ ഏതൊരു കാര്യമാണോ പഠിപ്പിക്കുന്നത്, കളികളിലൂടെ പ്രവർത്തന രൂപത്തിൽ അതേ കാര്യം തന്നെയാണ് നൽകുന്നത്. എന്നാൽ കഥകളുടെ കാലം കളിക്കു താഴെയുള്ള കാലമാണ്. പിതാക്കന്മാരും കുട്ടികൾക്ക് സമയം നൽകേണ്ടതാണ്. അഥവാ മാതാപിതാക്കൾ ഒരുമിച്ച് കുട്ടികളുടെ തർബീയത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരുമായി സൗഹൃദ ബന്ധമുണ്ടാക്കുകയാണെങ്കിൽ, അവരുടെ ശരിയായ തർബീയത്ത് നടക്കുകയാണെങ്കിൽ, തങ്ങളുമായി അവരെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ തീർച്ചയായും മാതാപിതാക്കൾക്ക് പരാതിയുള്ള തർബീയത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും.
പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഹദ്റത്ത് മുസ്ലിം മൗദ് ഇതിനെക്കുറിച്ച് പറയുന്നു, ചെറുപ്പത്തിൽ കുട്ടികൾക്ക് കേൾപ്പിക്കപ്പെടുന്ന കഥകളുടെ ഉദ്ദേശം ഇതായിരിക്കും: കുട്ടി ഒച്ച വെക്കാതിരിക്കുന്നതിന് വേണ്ടിയും മാതാപിതാക്കളുടെ സമയം പാഴാക്കാതിരിക്കുകയും ചെയ്യുക. ഇതും ഒരു ഉദ്ദേശമായിരിക്കും. അഥവാ ആ കഥകൾ ഭാവി ജീവിതത്തിലും പ്രയോജനപ്രദമാണ് എങ്കിൽ അത് എത്രമാത്രം നല്ല കാര്യമാണ്. ഇന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാതാപിതാക്കൾ കുട്ടികൾ ശബ്ദമുണ്ടാക്കാതിരിക്കാനായി അവരുടെ കൈകളിൽ ഐപാഡ് നൽകുകയോ കമ്പ്യൂട്ടറിൽ അവരെ ഇരുത്തുകയോ ടിവിക്ക് മുമ്പിൽ ഇരുത്തുകയോ ചെയ്യുന്നു. അഥവാ അവിടെ നല്ല കഥകളും മറ്റും വരുന്നുണ്ട് എങ്കിൽ നല്ലത്, അല്ല എങ്കിൽ ചില സമയത്ത് വെറുതെ സമയം നഷ്ടപ്പെടുത്തുകയായിരിക്കും. ചെറിയ കുട്ടികൾ അതിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യാൻ പാടില്ല. കാരണം ദീർഘനേരം ഇരുന്നാൽ ഒന്ന് കണ്ണുകളെ ബാധിക്കും, രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കുറിച്ച് ഡോക്ടർമാർ പറയുന്നു അവരുടെ ചിന്തയിൽ വ്യത്യാസമുണ്ടാകുന്നു, പിന്നീട് അവർ ഒരു ഭാഗത്തേക്ക് ചായുന്നു, ചില ചീത്ത സ്വഭാവം ഉണ്ടാകുന്നു. ഏതായിരുന്നാലും ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹദ്റത്ത് മസീഹെ മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഞങ്ങൾക്ക് കഥകൾ കേൾപ്പിക്കാറുണ്ടായിരുന്നു. കഥകൾ കേൾപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം അപ്പോൾ ലഭിക്കുമായിരുന്നു, അത് ലഭിക്കുകയും ചെയ്തിരുന്നു. അത് അവിടുന്ന് ആ കഥകൾ കേൾപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ശബ്ദം ഉണ്ടാക്കുകയും അങ്ങേക്ക് ജോലി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നില്ല. ഞങ്ങൾക്ക് കഥകൾ കേൾപ്പിച്ച് ഞങ്ങളെ നിശബ്ദരാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ഈ കാരണം കൊണ്ട് രാത്രി ഞങ്ങളുടെ താല്പര്യം നിലനിർത്തുന്നതിനു വേണ്ടി അങ്ങ് ഒഴിവുള്ളപ്പോൾ എല്ലാം കഥകൾ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾ ഉറങ്ങുന്നതിനും അങ്ങേക്ക് ജോലി ചെയ്യുന്നതിനു വേണ്ടി. തന്റെ മാതാപിതാക്കൾ എത്ര വലിയ ജോലിയാണ് ചെയ്യുന്നത് എന്ന് കുട്ടികൾക്ക് എന്തറിയാം? അവർക്ക് താല്പര്യമുള്ള കാര്യം ഒരുക്കിയിട്ടില്ല എങ്കിൽ അവർ ശബ്ദമുണ്ടാക്കുന്നു. കഥ കേൾക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം കുട്ടികൾ ഉറങ്ങുക എന്നതാണ്. ആ കാലത്ത് ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ അധ്വാനിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ചില വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നു. ഒന്ന്, മാതാപിതാക്കൾ തർബീയത്തിന്റെ കാര്യത്തിൽ അധ്വാനിക്കുന്നില്ല. രണ്ടാമത്തേത്, കുട്ടികളുമായുള്ള അവരുടെ ബന്ധം കുറഞ്ഞിരിക്കുന്നു. ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കഥകളുടെ ആവശ്യം എല്ലാവരും അംഗീകരിച്ചതാണ്. അത് താൽക്കാലികമായ ആവശ്യമാണെങ്കിലും ശരി. അപ്പോൾ അതുകൊണ്ടുള്ള പ്രയോജനം എത്രമാത്രമായിരിക്കും? കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുകയും അതിൽ ലയിച്ചു ഉറങ്ങുകയും ചെയ്യും. മാതാപിതാക്കളുടെ ഉദ്ദേശം തങ്ങളുടെ സമയം പാഴാകരുത് എന്നതായിരിക്കും. അതുകൊണ്ട് അവർ കുട്ടിയെ കിടത്തി കഥ പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരിൽ ഒരാൾ കേൾപ്പിക്കുന്നു, രണ്ടാമത്തെ ആൾ ജോലി ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരാൾ കേൾപ്പിക്കുകയോ മുഴുവൻ കുടുംബം ജോലി ചെയ്യുകയോ ചെയ്യുന്നു. അഥവാ ആ സമയത്ത് അനാവശ്യമായ നിരർത്ഥകമായ കഥകൾ കേൾപ്പിച്ചാലും ഈ ലക്ഷ്യം പൂർത്തിയാകും. എന്നാൽ നാം ഇതിൽ മാത്രം സന്തോഷിക്കുകയില്ല, മറിച്ച് ആ സമയത്തും പ്രയോജനപ്രദമായ കഥകൾ കേൾപ്പിക്കേണ്ടതാണ്. ഈ കാര്യം വിവരിച്ചുകൊണ്ട്, അതായത് സൗഹൃദം എല്ലായ്പ്പോഴും ഈ വിധത്തിലായിരിക്കണം, അത് നാശത്തിന് കാരണമായിരിക്കരുത് എന്ന കാര്യം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം വിവരിച്ചു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു പഴയ ഉപദേശ കഥയാണ്. ഒരാൾക്ക് ഒരു കരടിയുമായി സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. അയാളാണ് അതിനെ വളർത്തിയത്. ഏതോ ഒരു മുസീബത്ത് സമയത്ത് അതിനോട് ഔദാര്യം കാണിച്ചിരുന്നു. അത് കാരണം അത് അയാളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഇതൊരു ഉപദേശ കഥയാണ്, യാഥാർത്ഥ്യം വിവരിക്കപ്പെടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. മനുഷ്യനും കരടിയും മറ്റും വളർത്തി തന്നോടൊപ്പം നടത്തുന്നതും സാധ്യമാണ്. എന്നാൽ ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് ഏതെങ്കിലും ഉപദേശ കഥകൾ നിവേദനം ചെയ്യുമ്പോൾ അതിനർത്ഥം ഇത് യാഥാർത്ഥ്യം വിവരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു കഥയാണ്, അതായത് ഒരു ഉപദേശം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു കഥയാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഇവർ എത്ര വിഡ്ഢിയായ ആളുകളാണ്. കരടി മനുഷ്യന്റെ അടുത്ത് വന്നിരിക്കും എന്ന് പറയുന്നവരാണെന്ന് ശത്രുക്കൾ ആരോപണം ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. ഈ പഴയ ഉപദേശ കഥകൾ പാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇത്തരം സ്വഭാവമുള്ള മനുഷ്യരാണ്. അതായത് ചിലർ അത്തരത്തിലുള്ള സ്വഭാവമുള്ളവരായിരിക്കും, അതുപോലെ ആയിരിക്കും പ്രവർത്തിക്കുക. ഉദാഹരണമായി, പഴയ ഉപദേശ കഥകളിൽ രാജാവിന്റെ ദർബാറിനെ സിംഹത്തിന്റെ ദർബാറായും അയാളുടെ അമീർമാരും മന്ത്രിമാരും മൃഗങ്ങളുടെ രൂപത്തിലായും അവതരിപ്പിക്കപ്പെടുന്നു. അതുപോലെ ആ രാജാവും സംസാരിക്കും. അത് വളരെ താല്പര്യത്തോടുകൂടി വായിക്കും. ഏതായിരുന്നാലും കരടി ആ മനുഷ്യന്റെ സുഹൃത്തായിരുന്നു. അയാളുടെ അടുത്ത് വരുമായിരുന്നു. ഒരു ദിവസം അയാളുടെ മാതാവ് രോഗിയായി. അയാൾ അടുത്തു വന്നിരുന്ന് വീശുകയായിരുന്നു. ഈച്ചയെ ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിചാരിതമായി അയാൾക്ക് പുറത്തു പോകേണ്ടതായി വന്നു.
അയാൾ കരടിക്ക് സൂചന നൽകി, നീ ഈച്ചയെ ആട്ടുക, ഞാൻ പുറത്തുപോയി വരാം. കരടി വളരെ ആത്മാർത്ഥതയോടുകൂടി ഈ ജോലി ചെയ്യാൻ തുടങ്ങി. എന്നാൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. മനുഷ്യൻ കൈചലിപ്പിക്കുന്ന വേഗത്തിൽ മൃഗത്തിന് കൈചലിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് ഈച്ചയെ ഓടിച്ചു. എന്നാൽ ഈച്ച വീണ്ടും വന്നിരുന്നു, വീണ്ടും ഓടിച്ചു, വീണ്ടും വന്നിരുന്നു. അത് വിചാരിച്ചു, ഈച്ച വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് തന്റെ സുഹൃത്തിന്റെ മാതാവിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത് വലിയ ഒരു കല്ലെടുത്തു. എന്നിട്ട് അതുകൊണ്ട് ഈച്ചയെ കൊല്ലുന്നതിന് വേണ്ടി ശക്തിയായി ഇടിച്ചു. ഈച്ച ചത്തു. എന്നാൽ അതോടൊപ്പം അയാളുടെ മാതാവും ചതച്ചരക്കപ്പെട്ടു. ഇതൊരു ഉദാഹരണമാണ്. ഇതിനർത്ഥം ഇതാണ്, ചില വിഡ്ഢികൾ ചിലരുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. എന്നാൽ സൗഹൃദം വെച്ചു പുലർത്തേണ്ട രീതി അറിയില്ല. അവർ ചിലപ്പോൾ നന്മയായിരിക്കും ആഗ്രഹിക്കുക, എന്നാൽ യഥാർത്ഥത്തിൽ അത് നാശമായിരിക്കും. അഥവാ തന്റെ സുഹൃത്തിന്റെ യഥാർത്ഥ നന്മ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നില്ല. മറിച്ച് അഥവാ അയാൾ അതിലേക്ക് അല്പം ചാഞ്ഞു പോയാൽ അതിൽ നിന്ന് തടയുമായിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൗഹൃദത്തിന്റെ രൂപം എത്രമാത്രം മനോഹരമായ നിലയിലാണ് വിവരിച്ചിരിക്കുന്നത്. പറഞ്ഞു, തങ്ങളുടെ സഹോദരനെ സഹായിക്കുക, അയാൾ അക്രമിയാണെങ്കിലും അക്രമത്തിന് ഇരയാണെങ്കിലും. സഹാബാക്കൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, ഇത് എന്താണ് കാര്യം? ഞങ്ങൾ അക്രമിയെയും സഹായിക്കണമോ? അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ അക്രമിയുടെ കൈ അക്രമത്തിൽ നിന്ന് തടയുകയാണെങ്കിൽ അയാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥ കാര്യം തങ്ങളുടെ സുഹൃത്തിനെ എല്ലാ അവസ്ഥയിലും സഹായിക്കുക എന്നതല്ല, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുക എന്നല്ല, മറിച്ച് യഥാർത്ഥത്തിലുള്ള സൗഹൃദം എന്നത് സുഹൃത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി സുഹൃത്തിനെതിരിൽ പോകേണ്ടി വന്നാലും പോവുക എന്നതാണ്. അഥവാ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് അയാളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് മറ്റ് വഴികളിലൂടെ നഷ്ടം വരുത്തുകയാണ് ചെയ്യുന്നത്. അധികം ആളുകളും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് ഒരു ഉദാഹരണം നൽകുകയുണ്ടായി. ഇത് നടക്കുമ്പോൾ, അതായത് കാദിയാനിൽ ഒരാളും മറ്റൊരാളും തമ്മിൽ കലഹം ഉണ്ടായി. അയാളുടെ ഒരു സുഹൃത്ത് ഒന്നും മനസ്സിലാക്കാതെ അനാവശ്യ സൗഹൃദത്തിന്റെ കടമ നിറവേറ്റുക എന്ന വഞ്ചനയിൽ ഈ കലഹത്തിൽ വളരെയധികം ഭാഗവാക്കായി. ആദ്യത്തെ വ്യക്തി തന്റെ പ്രകൃതിപരമായ നന്മ കാരണം തന്റെ യഥാർത്ഥ സ്ഥാനത്ത് വന്നു. കലഹം തീർന്നു, സുൽഹ് നടന്നു. എന്നാൽ ഈ സഹോദരൻ, ഇദ്ദേഹത്തിനു വേണ്ടി ഇതിൽ ഭാഗവാക്കായ ആൾ, ഈ കലഹത്തിൽ അയാൾ മുർത്തദ്ദായി. സൗഹൃദം അള്ളാഹുവിന്റെ സാമീപ്യം നൽകുന്നതോടൊപ്പം സുഹൃത്തുക്കൾക്ക് പ്രയോജനം നൽകുന്നതോടൊപ്പം ചില സമയത്ത് സുഹൃത്തുക്കളുടെയും സ്വന്തത്തിന്റെയും നാശത്തിന് കാരണമായി തീരുന്നു. അതുകൊണ്ട് സൗഹൃദത്തിന്റെ കടമ നിറവേറ്റുന്നതിന് ചിലപ്പോൾ ബുദ്ധിയും പ്രയോഗിക്കേണ്ടതാണ്, ആവേശത്തെ കൺട്രോൾ ചെയ്യേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്റത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം കേൾപ്പിക്കാറുണ്ടായിരുന്നു, ഒരു കരടി ഉണ്ടായിരുന്നു, അതിനൊരാളുമായി സൗഹൃദമുണ്ടായിരുന്നു. അയാളുടെ ഭാര്യ അയാളെ എപ്പോഴും പരിഹസിക്കുമായിരുന്നു. കരടിയുമായി സൗഹൃദമുള്ള നീ ഒരു മനുഷ്യനാണോ? ഒരു ദിവസം അവളുടെ ഹൃദയം വേദനിപ്പിക്കുന്ന സംസാരം ഇത്രമാത്രം കൂടുതലായി, ഇത്രമാത്രം ഉയർന്ന ശബ്ദത്തിൽ പറയാൻ തുടങ്ങി. കരടിയും ഇത് കേട്ടു. കരടി വാൾ എടുത്തു. എന്നിട്ട് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഈ വാള് കൊണ്ട് എന്റെ തലയിൽ വെട്ടുക. ഈ സംസാരത്തെക്കുറിച്ച് വിസ്മയപ്പെടരുത്, ഇതൊരു കഥയാണ്. ചിലർ കരടിയെപ്പോലെ ആയിരിക്കും, ചിലർ മനുഷ്യരൂപമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടി. എല്ലാവരും അവരുടേതായ പ്രകൃതമുണ്ടാകും. മനുഷ്യരിലും ഒരുപാട് കരടികൾ ഉണ്ടായിരിക്കും. പലരും മനുഷ്യർ എന്ന് വിളിക്കപ്പെട്ടാലും മൃഗങ്ങളെപ്പോലെ ആയിരിക്കും. ആ വ്യക്തി ഒരുപാട് തവണ നിരാകരിച്ചു. എന്നാൽ കരടി പറഞ്ഞു, നിർബന്ധമായും എന്റെ തലയിൽ വെട്ടുക. അവസാനം അയാൾ വാളെടുത്തു, കരടിയുടെ തലയിൽ വെട്ടി. അത് രക്തത്തിൽ കുളിച്ചു, കാട്ടിലേക്ക് പോയി. 1 വർഷത്തിനു ശേഷം വീണ്ടും തന്റെ സുഹൃത്തിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ തലയിലേക്ക് നോക്ക്, എവിടെയെങ്കിലും മുറിവിന്റെ പാടുണ്ടോ? അയാൾ നോക്കിയപ്പോൾ മുറിവിന്റെ ഒരടയാളവും കാണാൻ സാധിച്ചില്ല. അപ്പോൾ കരടി പറഞ്ഞു, കാട്ടിൽ ചില ചെടികളുണ്ട്, ഞാൻ അതുകൊണ്ട് ചികിത്സിച്ചു, മുറിവുണങ്ങി. എന്നാൽ നിന്റെ ഭാര്യയുടെ വാക്കുകൾ, നിന്റെ ഭാര്യ എനിക്ക് എതിരിൽ സംസാരിച്ചത്, അതിന്റെ മുറിവ് ഇന്നും എന്റെ ഹൃദയത്തിൽ ഉണങ്ങിയിട്ടില്ല. ചില സമയത്ത് വാളിന്റെ ക്ഷതത്തേക്കാൾ നാവ് കൊണ്ടുള്ള മുറിവ് വളരെ കഠിനമായിരിക്കും. ഈ വാൾ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മുറിവുണ്ടാക്കുന്നു. സമൂഹത്തിന്റെ സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും ഈ കാര്യം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. പരസ്പരമുള്ള വികാരങ്ങളെ മാനിക്കുക,
അനാവശ്യമായി എപ്പോഴും പച്ചയായ മുറിവായി നിലനിൽക്കുന്ന നാവിന്റെ അമ്പുകൾ എറിയാതിരിക്കുക. ഓരോ അഹമ്മദിയും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു പാഠമാണ് ഇത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചതിനു ശേഷം തങ്ങളുടെ ഈമാനെ സംരക്ഷിക്കേണ്ടത് ഓരോ അഹമ്മദിയുടെയും നിർബന്ധ കടമയാണ്. ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഈമാനെ പാഴാക്കി കളയുന്നു. ഇതുപോലെ ഞാൻ പറഞ്ഞു, ഒരാൾ തന്റെ സുഹൃത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു, പിന്നീട് ഈമാൻ തന്നെ നഷ്ടപ്പെടുകയുണ്ടായി, മുർത്തദ്ദാവുകയുണ്ടായി. ചില സമയത്ത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിനെതിരായി സംസാരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെടുന്നു. നാം എപ്പോഴും നമ്മുടെ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്റത്ത് മൂസായുടെ കഥയിൽ ഇതിനുള്ള ഒരു ഉദാഹരണമുണ്ട്. ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കഥ പല പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട്. പറയുന്നു, ഹദ്റത്ത് മൂസ മിസ്രിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വഴിയിൽ ഹമാലിക്കുമായി നേരിടേണ്ടതായി വന്നു. ഉസ്തുലൂവിന്റെ മക്കളിൽപ്പെട്ട ഒരാളായിരുന്നു അയാൾ. ഇസ്രായേലികളുടെ വലിയ എതിരാളിയായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു ഗോത്രക്കാരനായിരുന്നു. ഏതായാലും അവരുടെ രാജാവിന് അപകടം ഉണ്ടായി. തങ്ങൾ പരാജയപ്പെടും എന്ന് ഭയപ്പെട്ടു. അവരുടെ അവിടെ ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. രാജാവ് അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ അപേക്ഷിച്ചു. അദ്ദേഹം ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിൽ നിന്ന് ഇൽഹാം ഉണ്ടായി. മൂസ അള്ളാഹുവിന്റെ നബിയാണ്, അദ്ദേഹത്തിനെതിരിൽ ദുആ ചെയ്യാൻ പാടില്ല. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, മൂസാക്കെതിരിൽ ദുആ സാധ്യമല്ല. തന്റെ ഒരു കാര്യവും നടക്കുന്നില്ല എന്ന് രാജാവ് കണ്ടപ്പോൾ അയാൾ ആദമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാൻ ഷെയ്ത്താൻ കളിച്ച കളി തന്നെ കളിച്ചു. ഇത് ഷെയ്ത്താന്റെ എന്നത്തെയും രീതിയായിരുന്നു. ഹവ്വ മുഖേനയാണ് വഴി തെറ്റിച്ചത്. അതുപോലെ അയാൾ ഒരുപാട് ആഭരണങ്ങളും മറ്റും തയ്യാറാക്കി മൂസാക്കെതിരിൽ ദുആ ചെയ്യിക്കാനായി ആ മഹാത്മാവിന്റെ ഭാര്യയ്ക്ക് നൽകി. അവൾ പറഞ്ഞു. എന്നാൽ അദ്ദേഹം മറുപടിയായി പറഞ്ഞു, മൂസ അള്ളാഹുവിന്റെ സമീപസ്ഥനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരിൽ ശാപപ്രാർത്ഥന സാധ്യമല്ല. ഞാൻ ചെയ്തതായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഇതാണ് മറുപടി ലഭിച്ചത്. എന്നാൽ അവൾ ശാഠ്യം പിടിച്ചു പറഞ്ഞു, ഇപ്പോഴും അതേ അവസ്ഥ തന്നെ ആയിരിക്കണമെന്നുണ്ടോ? താങ്കൾ ശാപപ്രാർത്ഥന നടത്തിയാലും. അവസാനം അയാൾ അംഗീകരിച്ചു. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഹൃദയം തുറക്കുന്നില്ല. അങ്ങനെ 2-3 സ്ഥലങ്ങൾ മാറ്റപ്പെട്ടു. അവസാനം അയാളുടെ ഈമാൻ നഷ്ടപ്പെടണമായിരുന്നു. അയാൾ ശാപപ്രാർത്ഥന നടത്തി. പറയുന്നു, അയാൾ ശാപപ്രാർത്ഥന നടത്തിയ ഉടനെ മൂസായുടെ സമൂഹത്തിൽ നാശമുണ്ടായി. കാരണം അയാളുടെ ആദ്യത്തെ ഈമാൻ അല്പം സ്വാധീനം ചെലുത്തണമായിരുന്നു. ആ സമൂഹത്തിൽ നാശമുണ്ടാകാനുള്ള കാരണം അവരുടെ ഈമാനീക ബലഹീനത കാരണം അവർക്ക് താൽക്കാലികമായ ഒരു നഷ്ടം ഏൽക്കേണ്ടതായി വന്നു. ഇവിടെ മഹാത്മാവായി നടന്നിരുന്ന ആൾ, അയാളുടെ വിശ്വാസം പ്രാവിനെ പോലെ പറന്നു പോവുകയും ചെയ്തു. അയാളുടെ ഈമാനും അവസാനിച്ചു. കാരണം അള്ളാഹു ദുആ ചെയ്യരുത് എന്ന് വിലക്കിയിരുന്നു. എന്നാൽ ദുആ ചെയ്തു. അതിനുള്ള ശിക്ഷ ഇത് ലഭിച്ചു. മൂസാക്കെതിരിൽ ദുആ ചെയ്തതിന്റെ ഫലമായി അയാളുടെ മഹത്വവും സ്ഥാനവും ഇല്ലാതായി. അള്ളാഹുവിന്റെ പക്കൽ ഉണ്ടായിരുന്ന സാമീപ്യത്തിന്റെ സ്ഥാനവും പാഴായിപ്പോയി. മുസ്ലിം മൗഊദ് പറയുന്നു, തീർച്ചയായും ഇതൊരു കഥയാണ്. എന്നാൽ ഇതിന്റെ അർത്ഥം ഏതുപോലെ പ്രാവ് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുവോ അതുപോലെ ഈമാൻ അയാളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തുപോയി. കാരണം ഈമാൻ അധ്വാനത്തിലൂടെയാണ് ലഭിക്കുന്നത്, എന്നാൽ നഷ്ടപ്പെടുന്നത് ഒരു വാക്കിലൂടെയാണ്. വിശ്വസിക്കുക എന്നത്, സ്വീകരിക്കുക എന്നത്, അംഗീകരിക്കുക എന്നത്, പിന്നീട് ഈമാനിൽ പുരോഗതി പ്രാപിക്കുക എന്നത്, ഇതിന് വളരെയധികം അധ്വാനം ആവശ്യമാണ്. എന്നാൽ ഒരു വാക്ക് നിസ്സാരമായ കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രീതിക്ക് എതിരായ ഒരു കാര്യം, അത് മുഖേന ഈമാൻ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് മനുഷ്യൻ എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആത്മപരിശോധന നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതാണ്. സിക്രെ ഇലാഹിയിലേക്ക് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ട്, ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഹാത്മാവിന്റെ ചൊല്ലി കേൾപ്പിക്കാറുണ്ടായിരുന്നു, ദസ് ദർക്കാർ ദിൽബായാർ. അതായത് മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്, എന്നാൽ അവന്റെ ഹൃദയം അല്ലാഹുവിലേക്ക് ശ്രദ്ധയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഒരു മഹാത്മാവിനെ കുറിച്ച് പ്രസിദ്ധമാണ്. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, ഞാൻ അള്ളാഹുവിനെ എത്ര തവണ സ്മരിക്കണം? അദ്ദേഹം പറഞ്ഞു, പ്രേമഭാജനത്തിന്റെ പേര് എണ്ണി എണ്ണി സ്മരിക്കുകയോ? യഥാർത്ഥ സിക്ർ
എണ്ണമില്ലാത്തതാണ്. എന്നാൽ ഒരു നിശ്ചിത സമയം നിശ്ചയിക്കുന്നതിന്റെ പ്രത്യേകത ഇതാണ്: മനുഷ്യൻ ആ സമയത്ത് തന്റെ പ്രേമഭാജനത്തിനു വേണ്ടി മറ്റു ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. ഈ രണ്ടവസ്ഥകളും അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ രീതി ഇതാണ്: നിശ്ചിത രീതിയിലും ദൈവസ്മരണ നടത്തുക. ഇന്ന് ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്ന ആളുകൾ ഇത് മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് അവർ ഏതായിരുന്നാലും സമയം കണ്ടെത്തേണ്ടതാണ്. സമയം കണ്ടെത്തുക. സമയം നിശ്ചയിക്കാതെയും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും അള്ളാഹുവിനെ സ്മരിക്കുക. അവന്റെ ഫضലുകളും ഔദാര്യങ്ങളും കൂടെ കൂടെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അവ ഓർത്തുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുക, പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് ഓരോ അഹമ്മദിയുടെയും ലക്ഷ്യമായിരിക്കേണ്ടതാണ്. ഖുത്ബകൾ കേൾക്കുക, പ്രസംഗങ്ങൾ കേൾക്കുക, ഇജ്ലാസുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായി ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കുക, അതിന്റെ താൽക്കാലികമായ സ്വാധീനം കരസ്ഥമാക്കുക എന്നത്, അത് ഓർത്തുവെക്കാതിരിക്കുക എന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക എന്നത് മനുഷ്യനൊരു പ്രയോജനം ചെയ്യുകയില്ല. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ സ്ത്രീകളിൽ അവരുടെ ശിക്ഷണത്തിനായി ലെക്ചർ ആരംഭിച്ചു. ഒരുപാട് ദിവസം അവിടുന്ന് ലെക്ചർ നൽകി. ഒരു ദിവസം അവിടുന്ന് പറഞ്ഞു, നാം സ്ത്രീകളുടെ പരീക്ഷയും എടുക്കേണ്ടതാണ്, അവർ നമ്മുടെ വാക്കുകൾ എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നറിയുന്നതിന് വേണ്ടി. പുറത്തുനിന്നൊരു സ്ത്രീ വന്നിരുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു, പറയൂ, ഞാൻ 8 ദിവസമായി ലെക്ചർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ലെക്ചറുകളിൽ എന്താണ് വിവരിച്ചത്? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കാര്യങ്ങളല്ലാതെ മറ്റെന്താണ് താങ്കൾ പറഞ്ഞത്? അങ്ങേക്ക് ഈ മറുപടി മൂലം ഇത്രമാത്രം ദുഃഖമുണ്ടായി. അവിടുന്ന് ലെക്ചറിന്റെ ഈ പരമ്പര തന്നെ നിർത്തിവെച്ചു. പറഞ്ഞു, നമ്മുടെ സ്ത്രീകളിൽ ഒരുപാട് തരത്തിലുള്ള അശ്രദ്ധകൾ കാണുന്നു. അവർ ഇപ്പോൾ വളരെ അടിസ്ഥാനപരമായ അധ്യാപനങ്ങൾ ആവശ്യമായിട്ടുള്ളവരാണ് തോന്നുന്നത്. ഉന്നത നിലയിലുള്ള ആത്മീയ കാര്യങ്ങൾ കേൾക്കാൻ അവരിൽ കഴിവ് തന്നെയില്ല. ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഇത് തന്നെയാണ് ചില പുരുഷന്മാരുടെ അവസ്ഥ. എന്നല്ല, ഞാൻ പറയും, ഒരുപാട് പുരുഷന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് വിപരീതവും നടക്കുന്നു. ചില സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ അറിവുള്ളവരാണ്. അവർ പുരുഷന്മാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇതെല്ലാമാണ് ദീനിന്റെ കാര്യങ്ങൾ, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. ചില സമയത്ത് ഇത്തരത്തിലുള്ള പരാതികളും ലഭിക്കുന്നു. പുരുഷന്മാർ മറുപടി നൽകുന്നു, ദീനിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കും, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് ഓർക്കേണ്ടതാണ്, ഈ വിധത്തിലുള്ള അഹങ്കാരം ഉണ്ടായാൽ പിന്നീട് അധപ്പതനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദീനിൽ നിന്ന് മനുഷ്യൻ പൂർണ്ണമായും ദൂരപ്പെടുന്നു. ഏതായിരുന്നാലും ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഇതിനെതിരിൽ സഹാബാക്കളെ നോക്കുക. അവർ എപ്രകാരമാണ് രാത്രിയും പകലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തിരുന്നത്. അവർ അങ്ങയുടെ ഏറ്റവും ചെറുതും വലുതുമായ കാര്യങ്ങൾ എടുക്കുകയും അത് ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അതനുസരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തു. അതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. അത് വായിക്കുകയും അതിൽ നിന്ന് പ്രയോജനം എടുക്കുകയും ചെയ്യുക എന്നതും ജമാഅത്തിന്റെ സുപ്രധാനമായ കടമകളിൽപ്പെട്ടതാണ്. എന്നാൽ ഓർത്തുകൊള്ളുക, കേവലം ആസ്വാദനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ അപ്രകാരം ചെയ്യാതിരിക്കുക. മറിച്ച് പ്രയോജനം എടുക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ ആസ്വാദനത്തിന് വേണ്ടി ഖുർആൻ മുഴുവൻ ഓതി തീർത്താലും നിങ്ങൾക്കൊരു പ്രയോജനം ലഭിക്കുകയില്ല. എന്നാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സിഫത്തുകളിൽ ചിന്തിച്ചുകൊണ്ട് അവനോടുള്ള സ്നേഹാവേശത്താൽ ഒരു തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ പോലും അത് നിങ്ങളെ എവിടെ നിന്നോ എവിടേക്കോ കൊണ്ടെത്തിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു മജ്ലിസിൽ പറഞ്ഞു, ചില സമയത്ത് നാം തസ്ബീഹ് ചെയ്യുമ്പോൾ ഒരു തസ്ബീഹ് കൊണ്ട് തന്നെ നാം എവിടെ നിന്ന് എവിടേക്കോ എത്തിച്ചേരുന്നു. ഞാൻ ആ സദസ്സിൽ ഉണ്ടായിരുന്നില്ല. ഒരു യുവാവ് ഈ വാക്കുകൾ കേട്ടു. എന്നിട്ട് എന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഇന്ന് അസർ സാഹിബ് എന്താണ് പറഞ്ഞത് എന്നറിയുമോ? അയാൾക്ക് അനുഭവം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ആ പ്രായത്തിലും അനുഭവസ്ഥനായിരുന്നു. എന്നാൽ എന്റെ പ്രായം അന്ന് 17 18 ആയിരുന്നു. ഞാൻ അവനിൽ നിന്ന് ഈ കാര്യം കേട്ടപ്പോൾ പറഞ്ഞു, അങ്ങനെ സംഭവിക്കും. ചോദിച്ചു, എപ്രകാരം? ഞാൻ പറഞ്ഞു, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ നാവ് കൊണ്ട് ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. എനിക്കറിയാൻ കഴിഞ്ഞു എന്റെ ആത്മീയത എവിടെ നിന്ന് എവിടേക്കോ എത്തിച്ചേർന്നിരിക്കുന്നു. അത് ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്ന സുബ്ഹാനല്ലാഹ് ആയിരുന്നു.
കേവലം വായിൽ നിന്ന് വന്നത് മാത്രമായിരുന്നില്ല. അപ്പോൾ ആ സുഹൃത്ത് വളരെയധികം നിസ്സാരമായിക്കൊണ്ട് പറയുകയുണ്ടായി, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതിനുള്ള കാരണം ഇതായിരുന്നു, അദ്ദേഹം ഒരിക്കൽ പോലും സുബ്ഹാനല്ലാഹയുടെ വിഷയം ശ്രദ്ധയോടുകൂടി ചിന്തിച്ചിട്ടില്ല. അയാൾക്ക് ദിവസം മുഴുവനും സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞിട്ടും ഒന്നും ലഭിക്കുമായിരുന്നില്ല. എന്നാൽ ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയുന്നു, പല പ്രാവശ്യം ഇപ്രകാരം സംഭവിച്ചു. ഞാൻ സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞപ്പോൾ ഇപ്രകാരം അനുഭവപ്പെടും, മുമ്പ് ഞാൻ ഒരാളായിരുന്നു, ഇപ്പോൾ ഞാൻ മറ്റൊരാളായി മാറിയിരിക്കുന്നു. നോക്കുക, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം വളരെ ഉന്നതമായ നിലയിൽ വിവരിച്ചിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ ബുഖാരി വായിച്ചിരുന്നില്ല. എന്നാൽ എന്റെ അനുഭവം ശരിയായിരുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാനി ഖഫീഫത്താനി അലൽ ലിസാനി. രണ്ടു വാക്കുകൾ റഹ്മാന് വളരെ പ്രിയപ്പെട്ടതാണ്. ഖഫീഫത്താനി അലൽ ലിസാനി, അത് നാവുകളിൽ വളരെയധികം കനം കുറഞ്ഞതാണ്. മനുഷ്യന് ആ വാക്കുകൾ വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും, ഒരു ഭാരവും തോന്നുകയില്ല. സഖീലത്താനി ഫിൽ മീസാനി. എന്നാൽ ഖിയാമത്ത് നാളിൽ കർമ്മങ്ങളുടെ ഭാരത്തിന്റെ കാര്യം വരുമ്പോൾ അത് വളരെ ഭാരമായി തോന്നും. ഏതൊരു ത്രാസിലാണോ അതുള്ളത്, അത് പൂർണ്ണമായും അതിനെ താഴ്ത്തിക്കളയും. അതെന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. എനിക്ക് ഈ വാക്കുകൾ ഉരുവിടുന്ന ശീലം വളരെയധികമുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു പ്രാവശ്യം ഈ വാക്കുകൾ പറയുന്നതിലൂടെ എന്റെ ആത്മാവ് പറന്ന് എവിടെ നിന്ന് എവിടേക്കോ എത്തിച്ചേരുന്നു. യഥാർത്ഥ കാര്യം ഇതാണ്, നാം ശ്രദ്ധയോടുകൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ ശ്രദ്ധിച്ചുകൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് യാഥാർത്ഥ്യം. ചില സമയത്ത് ഹൃദയത്തിൽ നിന്ന് തസ്ബീഹും തഹ്മീദും ഉണ്ടാകുന്നത് അതതിന്റെ സ്വാധീനം ഉണ്ടാക്കുന്നതായി മനസ്സിലാക്കുന്നു. ഇത് അനുഭവപ്പെടുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ഉള്ളിൽ കർമ്മശക്തി ഉണ്ടാക്കുന്നതായി തീരട്ടെ. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി മാറ്റട്ടെ. നാം ആ വിധത്തിൽ തസ്ബീഹും തഹ്മീദും ചെയ്യുന്നവരായി തീരട്ടെ. അത് നമ്മുടെ ആത്മാവിനെ ഔന്നിത്യത്തിൽ എത്തിക്കുന്നതായി മാറട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله